പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ പടത്തിന്റെ ഒരു ടെക്നീഷ്യന്റെ ഒരു മേന്മ പടത്തിന് ഇതിനകത്ത് വന്നിട്ട് നമ്മൾ നായകനായിട്ട് കമ്പയർ ചെയ്യും. ആ ഒരു കമ്പാരിസൺ ഇതിനകത്ത് വെച്ചിട്ട് പരാജയം കേട്ടോ. എന്ന് വെച്ചാൽ നായകൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് ക്ലാസ് മൂവിയാണ്. അതായിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്ത് വരുന്നത് കമലഹാസനും മണിരത്നം ഒന്നിക്കുമ്പോഴേ. പക്ഷേ ആ ഒരു ഇത് വന്നിട്ടില്ല. എന്നാലും കാണാം. ടെക്നിക്കൽ വൈസ് അങ്ങനെ പടം ഇഷ്ടമുള്ളവർക്ക്, ടെക്നിക്കലായിട്ട് അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഫസ്റ്റ് വാച്ച് മൂവിയാണ്. അവസാനത്തെ ആക്ഷനൊക്കെ കിടിലിനായിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്, മണിരത്നം ചെയ്തിരിക്കുന്നത്. ചിമ്പു പെർഫോമൻസിൽ നമ്മുടെ കമലഹാസനും ജോജു കിടിലായിട്ടുണ്ട്. പക്ഷെ ചിമ്പു ഉണ്ടല്ലോ കമലഹാസന്റെ മുന്നിലൊക്കെ വരുമ്പോൾ ഒരു പതറുവാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കമലഹാസൻ തന്നെയാണ് നമ്പർ 1 കേട്ടോ. തിയേറ്റർ തന്നെ കാണാനുണ്ട്. കാരണം TV കണ്ട അതിന്റെ ആ ടെക്നിക്കൽ ബേസ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള പടം കിടിലായിട്ടുള്ള ആ ഒരു ഇത് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു ടെക്നിക്കൽ ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ്, രവി കച്ചിന്റെ ക്യാമറ, ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ബേസിൽ വന്ന് പടം കാണാം. അങ്ങനെ ഇഷ്ടമുള്ളവർ പടം കാണാം. ഒരിക്കലും നമ്മുടെ ഇതുമായിട്ട് നായകനുമായിട്ട് കമ്പയർ ചെയ്യണ്ട കേട്ടോ.